ആദ്യമായിട്ടാണ് നമ്മൾ പറഞ്ഞ സാധനത്തിന് തെറിയല്ലാതെ ചിരി വന്നു. അപ്പോൾ നമ്മുടെ പേര് ടീം വിറ്റ്. നമ്മളാണ് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ സ്റ്റാൻഡപ്പ് കോമഡി കളക്റ്റീവ്. കേരളത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി തന്നെ തീരെ പോപ്പുലർ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പോപ്പുലർ സ്റ്റാൻഡപ്പ് കോമഡി കളക്റ്റീവ് ആവണത്. അല്ല, ആക്ച്വലി നമുക്ക് ഇട്ടേക്കുന്ന പേര് വിറ്റെന്നാണെങ്കിലും കമൻറ്റിൽ കൂടെ നമ്മളുള്ള ആൾക്കാർ പറയാൻ നമുക്ക് വട്ടാണെന്നാണ്. പക്ഷെ എന്തായാലും നമ്മൾ ഇത് പറഞ്ഞത് മിസ്റ്റർ മഹാദേവനാണ് സ്റ്റാൻഡപ്പ് കോമഡി സീനിലെ ഏറ്റവും വലിയ സംഭവം. കാരണം 2 വർഷമായി ബാക്ക് ടു ബാക്ക് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഓഫ് ദി ഇയർ അവാർഡ് ജയിക്കുന്ന ആളാണ് മിസ്റ്റർ മഹാദേവൻ. പക്ഷേ ഈ മഹാദേവനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം സ്റ്റാൻഡപ്പ് കോമഡി അത്ര ദാരിദ്ര്യത്തിലാണ്. കേന്ദ്ര സർക്കാർ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ദാരിദ്ര്യം മാറ്റാൻ വല്ലോ ഫണ്ട് കൊടുക്കുന്നുണ്ട്, അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ച് ഞങ്ങൾ അതിന് അപേക്ഷിക്കുന്നതായിരിക്കും. ഇപ്പൊ തമാശയാണെന്ന് കരുതി ബോഡി ഷേമിംഗ് അടിച്ച ഈ പുള്ളിക്കാരനാണ് ജോൺ പി ജോ. സംഭവം അവാർഡ് എനിക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയാണ് സ്റ്റാൻഡപ്പ് കോമഡി കേരളത്തിൽ ആദ്യമായിട്ട് പോപ്പുലർ ആക്കുന്നത്. ഫേസ് ഓഫ് മലയാളം സ്റ്റാൻഡപ്പ് കോമഡി എന്ന് വേണമെങ്കിൽ പുള്ളിയെ പറയാം. നിങ്ങൾ ആ ഫേസിലോട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി അത്രയും ദാരിദ്ര്യത്തിലാണെന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും മോശം ഫേസിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോൺ പി ജോ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ജോൺ പി ജോ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്. അതെ, ജോൺ പി ജോ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറായിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റാൻഡപ്പ് കോമിക്കാണ്. സ്ട്രഗ്ലിംഗ് മാത്രം ജോൺ പി ജോനെ വിട്ടുപോകുന്നില്ല. ഇത്രയും സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുന്ന ഇദ്ദേഹമാണ് ദീപക് മോഹൻ. ഇദ്ദേഹം IIT IIM ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ അവിടെ തമാശ പഠിപ്പിക്കാത്തതുകൊണ്ട് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇവിടെയും തമാശ ഒന്നും പ്രതീക്ഷിക്കരുത്. ഷെയ്ൻ ബ്രോയ്ക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇദ്ദേഹമാണ് മലയാളം സ്റ്റാൻഡപ്പ് കോമഡി സീനിലെ ഇടവേള ബാബു. ഓർഗനൈസിങ് പെർഫോമൻസ് ഇല്ല. ഈ പറഞ്ഞ ആളാണ് മിസ്റ്റർ അനീസ് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെയാണ് പുള്ളിയുടെ തമാശ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഷെയ്ൻ ബ്രോ നിന്ന് സ്റ്റേജിൽ തമാശ ഒന്നും കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, 2 മാസത്തിൽ ഒരു കത്തായിട്ട് വീട്ടിൽ കിട്ടിക്കോളും. മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്ക് ചെയ്ത് നിർത്താം. സോ ബേസിക്കലി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഷെയ്ൻ ബ്രോയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്ത് ഷെയ്ൻ ബ്രോയെ വെറുപ്പിച്ചിട്ടുണ്ട്. സോ നമ്മളിത് ഫ്രണ്ട്ലി സെഷനായിട്ട് കൂട്ടിയാൽ മതി. ഇതിനകത്ത് നോ ഒഫൻസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഞങ്ങൾ വരുമ്പോഴേ അങ്ങനെ ആൾക്കാർ അങ്ങനെയല്ല. ഇത് ശരിക്കും നമ്മൾ സ്റ്റാൻഡപ്പ് കോമിക് ആയതുകൊണ്ട് നമ്മൾ ഒരു ലോഡ് കോമഡി ആയിട്ട് വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ലോഡ് ചളിയുമായിട്ടാണ്. സോ ഇത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു മത്സരമാണ്. അതായത് ഞങ്ങൾ 2 ടീമായിട്ട് നിന്ന് ഞങ്ങൾ ചളി പറയും. ആ ചളി ഷെയ്ൻ ബ്രോ ജഡ്ജ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ചളി ഏതാണെന്ന് ഓർത്ത് വെക്കണം. എന്നിട്ട് ആ ടീമിനെ വിജയമായിട്ട് പ്രഖ്യാപിക്കണം. റെഡിയാണ്? നിങ്ങൾക്ക് ചളി ഇഷ്ടമുള്ളവരാണ് ഈ കൂട്ടത്തിൽ? ചളി ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടമല്ലാത്തവരും ഒന്ന് കൈയടിച്ചാൽ കാരണം നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഇത് ചളി കൈയടിച്ച് കയറണം. ചളി അറിയാമല്ലോ, അടിച്ച് താന്നു പോയാൽ ചീഞ്ഞു പോകും. നമ്മൾ ഓൾറെഡി ചീഞ്ഞ് നിൽക്കുകയാണ്. സോ ഇത് നമുക്ക് 2 ടീമാക്കാം. ഒരു കാര്യം ചെയ്യാം, ജോൺ ഇപ്പുറത്തോ, നമ്മൾ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ഒരു ടീം. അപ്പോൾ അവർ പ്രായമുള്ളവർ ഒരു ടീം, നമ്മൾ കുട്ടികൾ ഗ്യാങ് ഒരു ടീം. ഈ കുട്ടിയുടെ മുടി പോലും കെടുത്തിട്ടില്ല. ആദ്യം തന്നെ അപമാനം. ചളി മത്സരം തുടങ്ങാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ തമാശ പറട്ടെ ബ്രോ. ജഡ്ജി തമാശയല്ല, ചളിയാണ്. ഓക്കെ, അപ്പം ഷെയ്ൻ ബ്രോനെ റീച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഥയായിട്ട് ഷെയ്ൻ ബ്രോയിൻ്റെ പുറകെ കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. പുള്ളി ഷെയ്ൻ ബ്രോയിൻ്റെ നമ്പർ കിട്ടി, ഷെയ്ൻ ബ്രോയിനെ വാട്സാപ്പിൽ പിങ് ചെയ്തു, ബ്ലൂടിക്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ അടുത്ത് ചോദിച്ചു റിപ്ലൈ കിട്ടിയോ? അപ്പോൾ പുള്ളി പറഞ്ഞു റിപ്ലൈയോ വെറുതെ സീൻ മോനെ, വാട്സാപ്പിൽ സീൻ മോനെ. ഓക്കെ, താങ്ക് യു. അതിന് കഴിഞ്ഞിട്ട് എൻ്റെ അതിനൊക്കെ അടിപൊളി സാധനം RDX തന്നെ. RDX 1 ഹിറ്റായല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡ്യൂസേഴ്സ് ഡേറ്റിന് വേണ്ടി ഷെയ്ൻ ബ്രോയുടെ പുറകെ പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബാക്കി ഞങ്ങൾ നടത്തിക്കോളാം. RDX ഒരു വിജയിച്ച പടമാണ്. അത് പറഞ്ഞിട്ടാണ് ഡിസ്ക്ലെയിമർ ഇട്ടായിരുന്നു ചളിയാണെന്ന്. ഒരു വിജയിച്ച പടത്തിനെ പറ്റിയാണ് നമ്മൾ ഈ പൊട്ടുന്ന തമാശകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. RDX വെറുതെ വിട്ട് വേറെ എന്തെങ്കിലും. അതെ, എനിക്കൊന്ന് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന പേരിന് ആക്ച്വലി കുറേ പ്രത്യേകതകളുണ്ട്. ഷെയ്ൻ നിഗം എന്നുള്ള പേരിൽ അപ്പോൾ നമ്മൾ കുറച്ച് ഷെയ്ൻ നിഗം എന്നുള്ള പേര് വെച്ച് നമുക്ക് കുറേ ജോക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗം ആക്ച്വലി സിനിമയിൽ വരുമ്പോൾ ഷെയ്ൻ നിഗമിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിച്ച് ഷൈൻ ചെയ്ത് ഷൈൻ നിഗമാകുക എന്നുള്ളതാണ്. പക്ഷെ മലയാളം ഇൻഡസ്ട്രി വിചാരിച്ച് ഷെയ്ൻ നീക്കാം എന്ന് ബാൻ ചെയ്തിട്ട്. പക്ഷേ മലയാള ആരാധകരുടെ മനസ്സിൽ ഷെയ്ൻ നീ ഗമ്മാണ്, ഒട്ടിപ്പോയി. സോ
സോറി പറ്റിപ്പോയി. അത് പൊട്ടിപ്പോയി. ആ പിക്കപ്പ് ലൈനിൽ ഷെയ്ൻ വീണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുകൊണ്ട് പേര് വെച്ചിട്ട് നമ്മൾ ഷെയ്ൻ നിഗം എന്നുള്ള പേര് വെച്ചിട്ട് ഇനി ഒരു ചളി സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സെക്ഷന് പേരല്ലോ പ്രീമിയർ ലീഗ് ഇട്ടാലോ? നിങ്ങൾ ഓക്കെ. അപ്പൊ പേരല്ലോ പ്രീമിയർ ലീഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പേര് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഞാനും അടിക്കാൻ സുഖമായിട്ട് ഒരെണ്ണം പറയാം. ഷെയ്ൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തീരെ മാർക്ക് കുറവുള്ളപ്പോൾ ഷെയ്ൻ്റെ അടുത്ത് ഷെയ്ൻ്റെ അമ്മ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഷെയ്ൻ നിഗം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇല്ല, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് സാധനത്തിലുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ല, ഷെയ്ൻ ബ്രോ ഇപ്പൊ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും കാലാകാലങ്ങളാകുമ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 15 കൊല്ലോടെ കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ലാലേട്ടന്റെ വിരലുകൾ അഭിനയിക്കും എന്നൊക്കെ പറയുന്ന പോലെ അതിനും അപ്പുറത്ത് ഷെയ്ൻ ബ്രോ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഷെയ്ൻ ബ്രോയുടെ പേരെന്താവും? എന്താവും? ഷെയ്ൻ നഗം. തുടർച്ചയായി ഓഡിയൻസ് ചളി എന്ന് പറയുന്ന മഹാദേവൻ, ഞാൻ സ്റ്റാൻഡേർഡ് സാധനം പറയാം. ഇങ്ങനെ കുറെ പടം ചെയ്യുമ്പോൾ കുറച്ച് പടങ്ങളൊക്കെ പൊട്ടുമല്ലോ. അങ്ങനെ പൊട്ടുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എന്ത് പറയും? സാന്ദ്ര തോമസിനോട് ചോദിച്ചു. ലിറ്റിൽ ഹാർട്സിന്റെ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറയും. എന്ത് പറയും പ്രൊഡ്യൂസേഴ്സ്? ബ്ലെയിം നിഗം, ബ്ലെയിം നിഗം. ഓക്കെ, എനിക്ക് കിട്ടിയ ഒരു സാധനം നിങ്ങൾ 3 പേര് അടിച്ചില്ലേ? ഇനി അഥവാ പടമൊക്കെ പൊട്ടി ഷേനാകെ ഡാർക്കായി വെള്ളം അടിച്ച് ഓടയിൽ വീണാൽ നമ്മൾ എന്ത് പറയും? ഓടയിൽ നിന്ന് ഇല്ല, ഡ്രെയിൻ നിഗം. ഡ്രെയിൻ. അങ്ങനെയാണ് ആ ഓടയിൽ പുള്ളിക്കാരന്റെ ഷർട്ടിലും പാന്റിലും കറ പറ്റി കഴിഞ്ഞ സ്റ്റെയിൻ നിഗം എന്ന് പറയും. ഇത് രണ്ടും ഒഴുക്കി വിടാൻ തോന്നുന്നു. എന്നാലും ഷെയ്ൻ നിഗം അത്ര മണ്ടത്തരങ്ങൾ ചെയ്യില്ല. ആള് ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വൈബ് കിട്ടി, ഓഡിയൻസിന് വൈബ് കിട്ടി. നമ്മുടെ ടീമിലെ ആളെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ അവസ്ഥ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടാവും. അപ്പൊ അതിനെന്ത് പറയും? ഈ പെയിനും പിടിച്ചോണ്ട് ഷെയ്ൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി സ്പെയിനിൽ പോയാൽ നമ്മൾ എന്ത് വിളിക്കും? ഇത് നിങ്ങൾ വിചാരിക്കും ഈ തമാശ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അത്ര വളരെ സിമ്പിൾ ആണ്. ഒരു 2 നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് വളരെ നിലവാരമുള്ള ഒരു സാധനം ഞാൻ അടിക്കാം. ഷെയ്ൻ നിഗം മഴ നനഞ്ഞു, അപ്പോൾ ഷെയ്ൻ നിഗം ഫ്ലൈറ്റിൽ കയറി പോയാ പ്ലെയിൻ നിഗം. അല്ല, എനിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള സാധനം പിടിക്കാം. ഓക്കെ, ഷെയ്ൻ നിഗം തീവണ്ടി എടുത്താണ് പോണതെങ്കിൽ എന്ത് പറയും? ഞങ്ങളുടെ ഈ ചെളിയുടെ ട്രെയിൻ നിങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ആക്ച്വലി ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ഷെയ്ൻ ബ്രോയ്ക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് വട്ടായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഷെയ്ൻ ബ്രോ എന്താവും? എനിക്ക് JCB വെച്ചൊരു സാധനമുണ്ട്. അത് ഇത് വെച്ചാണ് കോരി അത് കോരിയാൻ കളഞ്ഞത് വഴി. നിർത്താൻ ബ്രോ, എഴുന്നേറ്റ് എനിക്ക് ആങ്കർ മീരയുടെ പേര് വെച്ചിട്ടൊരു സാധനമുണ്ട്. അത് നമുക്ക് കമന്റ് കിട്ടിക്കോളും. തമാശയാണ്, പതുക്കെയാണെങ്കിലും കത്തിക്കോളും. സോ ചളി സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇതാരെ ജയിച്ചെന്ന് നമുക്കറിയണം. ഷെയ്ൻ ബ്രോ വ്യക്തമായിട്ട് മനസ്സിൽ ചളി ഏതായിരുന്നു? അത് ഷെയ്ൻ നഗമല്ലായിരുന്നു ഏറ്റവും ബെസ്റ്റ്. സ്പെയിൻ നിഗം. ഭയങ്കര ബുദ്ധിമുട്ടാ, ടഫാ, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് എല്ലാം തന്നെ ബ്രോയിനെ ജഡ്ജാക്കുന്ന മുമ്പേ ചിന്തിക്കണമായിരുന്നു. ബ്രോ വൺ ലവിന്റെ ആളാണ്. ബ്രോയിന്റെ ജീവിതത്തിൽ ജയവും തോൽവിയില്ല. അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് ചീഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, 2 ടീം വിജയിച്ചത് പ്രഖ്യാപിച്ച് 2 ടീമിന് കൈയടി.